വീടുകളിലും കെട്ടിടങ്ങളുടെ മുകളിലും ചെറിയ തോട്ടങ്ങൾ നിർമ്മിച്ച് നടത്തുന്ന കൃഷി രീതിയാണ് ടെറസിലെ കൃഷി. കൃഷിസ്ഥലം ലഭ്യമല്ലാത്ത നഗരപ്രദേശങ്ങളിലെ കുടുംബങ്ങൾക്ക് പച്ചക്കറി ലഭ്യമാകാൻ ഏറെ അനുയോജ്യമാണ് ടെറസിലെ പച്ചക്കറി കൃഷി. കുറഞ്ഞ ചെലവിൽ ഗുണനിലവാരമുള്ള പച്ചക്കറികൾ ആവശ്യാനുസരണം ലഭിക്കുന്നു എന്നതാണ് ഈ കൃഷിരീതിയുടെ മെച്ചം. വെയിൽ ആവശ്യമുള്ള എല്ലാ ഇനം പച്ചക്കറികളും മട്ടുപ്പാവിൽ കൃഷി ചെയ്യാവുന്നതാണ്. ചെടിച്ചട്ടിയേക്കാൾ ടെറസിലെ കൃഷിക്ക് അനുയോജ്യം ചാക്കുകളാണ്. കാലിയായ സിമന്റ് ചാക്ക്, വളച്ചാക്ക്, പലവ്യഞ്ജന ചാക്കുകൾ എന്നിവയും ചെടികൾ നടുവാൻ ഉപയോഗിക്കാം. ഭാരക്കുറവ്, വിലക്കുറവ്, മണ്ണു മിശ്രിതത്തിന്റെ ഈർപ്പം പിടിച്ചു നിർത്തുവാനുള്ള കഴിവ് എന്നിവയാണ് ഇത്തരം ചാക്കുകളുടെ മെച്ചം. ചാക്കിന്റെ മൂലകൾ ഉള്ളിലേക്ക് തിരുകി മണ്ണ് മിശ്രിതം നിറച്ചുവേണം പച്ചക്കറി വിളകളുടെ തയ്യോ വിത്തോ നടേണ്ടത്. വീടുകളിൽ അത്യാവശ്യത്തിന് ഉപയോഗിക്കുന്ന പാവൽ, കോവൽ, ചീര, തക്കാളി തുടങ്ങി നിരവധി പച്ചക്കറികൾ ഈ വിധം ടെറസിൽ കൃഷി ചെയ്യാവുന്നവയാണ്. രാസവളങ്ങളും രാസകീടനാശിനികളും ടെറസിലെ കൃഷിക്ക് പരമാവധി ഒഴിവാക്കുക. രാസവളങ്ങൾ നൽകിയാൽ അവ വെള്ളമൊഴിക്കുമ്പോൾ ഒലിച്ചിറങ്ങി ടെറസിന് ബലക്ഷയമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. വീട്ടിലെ ജൈവമാലിന്യങ്ങൾ കൃഷിക്ക് ധാരാളമായി ഉപയോഗിക്കാം. കമ്പോസ്റ്റ്, ചാണകപ്പൊടി, എല്ലുപൊടി, കടലപ്പിണ്ണാക്ക്, കോഴിക്കാഷ്ടം എന്നിവ കൃഷിക്ക് വളരെ ഉത്തമമാണ്. അസോളയും പച്ചക്കറി കൃഷിക്ക് നല്ലൊരു ജൈവവളമാണ്. ടെറസിൽ കട്ടിയുള്ള പോളിത്തീൻ ഷീറ്റുകൾ കൊണ്ടുണ്ടാക്കിയ ആഴം കുറഞ്ഞ ടാങ്കുകളിൽ അസോള സമൃദ്ധമായി വളരും. രാവിലെയും വൈകുന്നേരവും നിശ്ചിത അളവിൽ ചെടികൾക്ക് വെള്ളമൊഴിക്കണം. ചാക്കിലെ മണ്ണു മിശ്രിതത്തിന്റെ അളവ്, ചെടികളുടെയും ഇലകളുടെയും എണ്ണം, കാലാവസ്ഥ എന്നിവയെ ആശ്രയിച്ച് ഒഴിക്കുന്ന വെള്ളത്തിന്റെ അളവ് വ്യത്യാസപ്പെടുത്തണം. അതുപോലെ ശത്രുകീടങ്ങളെ തെരഞ്ഞുപിടിച്ച് നശിപ്പിക്കണം. സമയാസമയങ്ങളിൽ ജൈവ കീടനാശിനി തളിക്കുകയും വേണം. ഭക്ഷ്യസുരക്ഷ, സാമ്പത്തിക ലാഭം എന്നിവയ്ക്ക് പുറമെ ആരോഗ്യത്തിനും മാനസിക ഉല്ലാസത്തിനും ഉപകരിക്കുന്നതാണ് ടെറസിലെ പച്ചക്കറി കൃഷി. രാവിലെയും വൈകുന്നേരവും അല്പസമയം നീക്കിവച്ചാൽ വിഷമയമില്ലാത്ത പച്ചക്കറി യഥേഷ്ടം വീട്ടിലുണ്ടാക്കാൻ കഴിയും. അതിനുള്ള മനസ്സാണ് എല്ലാവർക്കും വേണ്ടത്. നമസ്കാരം. കൃഷിദർശൻ തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. സുരക്ഷിതമായ ആഹാരമാണ് നമ്മുടെ എല്ലാവരുടെയും ആരോഗ്യത്തിന് ആധാരം. സുരക്ഷിതമായ പഴങ്ങളും പച്ചക്കറികളും നമുക്ക് ലഭ്യമാകണമെങ്കിൽ അത് നാം സ്വയം ഉൽപ്പാദിപ്പിക്കണം. നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സ്ഥലപരിമിതി. പരിമിതമായ സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്ക് വേണ്ടുന്ന സുരക്ഷിതമായ പച്ചക്കറികൾ ഉണ്ടാക്കാവുന്ന ഒരു ബദൽ കൃഷിരീതിയാണ് മട്ടുപ്പാവിലെ പച്ചക്കറി കൃഷി. ഇന്നത്തെ കൃഷിദർശൻ പരിപാടിയിൽ മട്ടുപ്പാവിലെ പച്ചക്കറി കൃഷിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനായി ഇവിടെ എത്തിയിരിക്കുന്ന അതിഥി 37 വർഷം കേരള കാർഷിക സർവകലാശാലയിൽ പ്രൊഫസറായി സേവനം അനുഷ്ഠിക്കുകയും വിജ്ഞാന വ്യാപന വിഭാഗം അസോസിയേറ്റ് ഡയറക്ടറായി വിരമിക്കുകയും ചെയ്ത ഡോക്ടർ വി.ബി. പത്മനാഭൻ സാറാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. മട്ടുപ്പാവിലെ പച്ചക്കറി കൃഷി സ്ഥലപരിമിതിക്കുള്ളിൽ നമുക്ക് വിഷവിമുക്തമായ നല്ല ഇനം പച്ചക്കറികൾ ഉണ്ടാക്കാവുന്ന ഒരു ടെക്നിക്കാണ്, ടെക്നോളജിയാണ്. അപ്പോൾ ഇതല്ലാതെ വേറെ എന്തൊക്കെയാണ് നമുക്കിത് കൊണ്ടുള്ള ഗുണങ്ങൾ? ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആദായം, ആഹാരം, ആനന്ദം, ഈ 3 കാര്യങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. സ്വാശ്രയ സകുടുംബ കൃഷിയാണ് ഈ മട്ടുപ്പാവിലെ പച്ചക്കറി കൃഷി. അച്ഛനും അമ്മയും മക്കളും ഒക്കെ ഒരുമിച്ച് ചേർന്ന് ഏറ്റവും കുറഞ്ഞ ചെലവിൽ നമ്മുടെ തന്നെ മാലിന്യങ്ങൾ വളമാക്കി മാറ്റി അത് ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്ന ഒരു രീതിയാണിത്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഒരു സകുടുംബ സ്വാശ്രയ കൃഷി രീതിയാണ് എന്നുള്ളത്. കൃഷിക്ക് ആവശ്യമുള്ളത് സൂര്യപ്രകാശമാണ്. അത് ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്നത് മട്ടുപ്പാവുകളിലാണ്. പൊതുവേ കൃമികീടങ്ങൾ കുറവാണ്. ഇതങ്ങ് അത്യുന്നതങ്ങളിൽ നിൽക്കുകയാണല്ലോ മട്ടുപ്പാവിലെ കൃഷി. അതുകൊണ്ട് തന്നെ പരിമിതമായ ജലം മതി ഈ ചാക്കുകളിലെ കൃഷിയിൽ മട്ടുപ്പാവിൽ. അപ്പോൾ അതുകൊണ്ട് നല്ല ആഹാരം നമ്മുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ഒരു ആനന്ദവും നമുക്ക് കിട്ടും, ആദായവും നമുക്ക് കിട്ടും, സുരക്ഷിതമാണെന്നുള്ളത് കൊണ്ടുള്ള ആദായവും നമുക്ക് കിട്ടും. സർ, പച്ചക്കറികൾ പൊതുവേ 3 തരമുണ്ട്. ഒന്ന് കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഒന്ന് ഇലക്കറികൾ, ഒന്ന് പൂവ് കായായി മാറുന്നു. അപ്പോൾ ഇപ്പോൾ മരച്ചിനി പോലുള്ള കിഴങ്ങുകളായാലും അല്ലെങ്കിൽ പാവൽ പോലുള്ള തറയിൽ കൂടി പടരുന്ന പച്ചക്കറികൾ, ഇതൊക്കെ നമുക്ക് മട്ടുപ്പാവിൽ കൃഷി ചെയ്യാൻ പോസിബിൾ ആണോ? തീർച്ചയായിട്ടും. ഇപ്പോൾ പ്രായപൂർത്തിയായ ഒരാൾ 300 ഗ്രാം പച്ചക്കറികൾ ഒരു ദിവസം ആഹാരത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആഹാരശാസ്ത്രം അനുശാസിക്കുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അതാണ് പറയുന്നത്. ഈ 300 ഗ്രാം ഏതെങ്കിലും പച്ചക്കറി കഴിച്ചാൽ പോരാ, 120 ഗ്രാം ഇലക്കറികളായിരിക്കണം, 80 ഗ്രാം കിഴങ്ങുവർഗ്ഗങ്ങളായിരിക്കണം, ശേഷിക്കുന്ന 100 ഗ്രാം ഫലവർഗ്ഗ പച്ചക്കറികളായിരിക്കണം. അപ്പോൾ ഇതെല്ലാം തന്നെ ചീര, പച്ചച്ചീര, ചുവന്ന ചീര, ചെക്കുറുമാനിസ് പോലെയുള്ളതൊക്കെ നമുക്ക് ചാക്കുകളിൽ മട്ടുപ്പാവിൽ വളർത്തിയെടുക്കാം. മരച്ചീനി, ചേന, ചേമ്പ്, കൂർക്ക പോലെയുള്ള കിഴങ്ങുവർഗ്ഗങ്ങൾ നമുക്ക് മട്ടുപ്പാവിൽ വളർത്താം. അതുമാതിരി തന്നെ മറ്റ് ഫലവർഗ്ഗ പച്ചക്കറികൾ പൂത്ത് കായാവുന്നത് വെണ്ടയ്ക്ക, കത്തിരിക്ക, തക്കാളിക്ക, ഇങ്ങനെയുള്ള പയറ്, പാവൽ, കോവൽ, ഇതൊക്കെ തന്നെയും നമുക്ക് മട്ടുപ്പാവിൽ കൃഷി ചെയ്യാവുന്നതാണ്. സാർ, ഇത് നമ്മൾ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുകയാണ്. അപ്പോൾ ആൾക്കാർക്കറിയാം ചാക്കിൽ ചെയ്യും, ചട്ടിയിൽ ചെയ്യും. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ്, ഇത് നമുക്കൊരു ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഏതൊക്കെ മെറ്റീരിയലുള്ള എന്താ പറയുക നമുക്ക് നടീൽ മിശ്രിതം നിറയ്ക്കാവുന്നത് ഏതൊക്കെ വസ്തുക്കളാണത്? പോളിത്തീൻ കവറുകൾ ഉപയോഗിക്കാം, പക്ഷേ സുഷിരങ്ങൾ ഇടണം, എന്നാലേ വെള്ളം മാർന്നു പോവുള്ളൂ. ഗ്രോ ബാഗുകൾ ഉപയോഗിക്കാം, അതിൽ സുഷിരങ്ങളില്ല എങ്കിൽ തീർച്ചയായിട്ടും കമ്പ് ചൂടാക്കി അത് സുഷിരങ്ങൾ ഇടണം. പക്ഷേ ചാക്കുകൾ, സിമൻറ്റ് ചാക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വമേധയാ വെള്ളം മാർന്നു പോയിക്കോളും, സുഷിരങ്ങൾ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏത് തരം കണ്ടെയ്നർ ആണെങ്കിലും നമ്മൾ അതിനകത്ത് മണ്ണ് മിശ്രിതം നിറയ്ക്കണം. അപ്പോൾ മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവ തുല്യമായ അളവിൽ നമുക്ക് കൂട്ടിക്കലർത്തിയെടുത്ത് ചാക്കുകളിൽ നിറയ്ക്കാം. ഒരു 3/4 ഭാഗം നിറച്ചാൽ മതി. മുകളിലത്തെ 1/4 ഭാഗം നമുക്ക് പുറത്തേക്ക് മടക്കി വയ്ക്കാം. മണ്ണ് മിശ്രിതം നിറച്ചിട്ട് അത് ചാക്കിൻ്റെ മൂലകൾ ഉള്ളിലേക്ക് തള്ളി വയ്ക്കണം, എന്നാലേ അതിന് ഇരുത്തം കിട്ടുകയുള്ളൂ. പിന്നെ ഓരോ ചാക്കിലും ഒരു 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, ഒരു 100 ഗ്രാം എല്ലുപൊടി എന്നിവ കൂട്ടിക്കലർത്തുന്നത് നല്ലതാണ്. കൂടാതെ കഴിയുന്നുണ്ടെങ്കിൽ ഒരു തേങ്ങയുടെ തൊണ്ട് ചെറു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അതും ഈ ചാക്കിനുള്ളിൽ മണ്ണ് മിശ്രിതം ചേർക്കാമെന്നുണ്ടെങ്കിൽ ഈ തൊണ്ട് ഈർപ്പം പിടിച്ച് നിർത്തും. അങ്ങനെ ചെടികൾക്കെല്ലാം എപ്പോഴും വെള്ളം ലഭ്യമാക്കാനും അത് സഹായിക്കും. സർ, നമ്മൾ പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കുന്ന രീതി സർ പറഞ്ഞു. അപ്പോൾ ഇത് നിറച്ചു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ നടിയിലാണ്. അപ്പോൾ നടിയിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? കാരണം ചിലതിനൊക്കെ സാർ, നമുക്കൊരു കോളുണ്ട്, അതിനുശേഷം തിരിച്ചു വരാം. കൃഷി ദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ സാർ, നമസ്കാരം. ഞാൻ പേര് ഉണ്ണികൃഷ്ണൻ. നമസ്കാരം, ഉണ്ണികൃഷ്ണനാണ് പേര്. ഉണ്ണികൃഷ്ണനാണ് പേര്. നിങ്ങളുടെ ആ ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കാവോ സാറേ? ഒരു സംശയം, ഈ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുമ്പോൾ ചോദിച്ചോളൂ. മട്ടുപ്പാവിൽ കൃഷി ചെയ്യുമ്പോൾ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അതിന്റെ ഈ പ്രതലത്തിൽ ദോഷമില്ലാത്ത രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യാം കൃഷി? ശ്രീ ഉണ്ണികൃഷ്ണൻ, ഞാൻ പറയുന്നത് കേൾക്കാമോ? നമസ്കാരം. അത് വളരെ പ്രസക്തമായ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. പലർക്കും ഒരു പേടിയുണ്ട് തൻ്റെ വീടിന് എന്തെങ്കിലും കേടുവരുമോ എന്നുള്ളത്. എന്നാൽ 1-2 കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നുണ്ടെങ്കിൽ
വളരെ സുരക്ഷിതമായ രീതിയിൽ നമുക്ക് മട്ടുപ്പാവിൽ ചാക്കുകളിൽ മണ്ണ് മിശ്രിതം നിറച്ച് കൃഷി ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മണ്ണ് മിശ്രിതം നേരിട്ട് ടെറസിൽ കൊണ്ടിടരുത് എന്നുള്ളതാണ്. അപ്പോൾ ചാക്കുകളിൽ നിറച്ചിരിക്കണം, നേരിട്ട് കൊണ്ടിടരുത്. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചാക്കുകൾ നേരിട്ട് കൊണ്ട് ടെറസിൽ വയ്ക്കരുത്. പകരം 2 ഇഷ്ടികകൾ സമാന്തരമായിട്ടോ അല്ലെങ്കിൽ 3 മുറിക്കല്ലുകൾ, ഇഷ്ടികയുടെ മുറിക്കഷ്ണങ്ങൾ വച്ച് അടുപ്പ് മാതിരി വെച്ച് അതിൻ്റെ പുറത്തോ വയ്ക്കുക. അതിൻ്റെ മെച്ചം എന്താണെന്ന് പറഞ്ഞാൽ അടിയിൽ കൂടി മഴവെള്ളം ഒഴുകിപ്പോയിക്കോളും. ടെറസിലെ ചൂട് ചാക്കിലടിക്കുകയില്ല. നമ്മൾ ജലസേന നൽകുമ്പോൾ വെള്ളം ഇറ്റ് പോകുന്നുണ്ടോ നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരുപാട് മെച്ചങ്ങളുണ്ട്. അപ്പോൾ 1, മണ്ണ് നേരിട്ടുകൊണ്ടിടരുത്. 2, ഈ ചാക്കുകൾ വയ്ക്കുന്നത് തന്നെ അല്പം പൊക്കി ഇഷ്ടികരെ പുറത്ത് വയ്ക്കുക. മൂന്നാമത്തെ കാര്യം, വെള്ളം തന്നെയും പരിമിതമായ രീതിയിൽ ഒഴിക്കുക. രാവിലെ വൈകുന്നേരം വെള്ളം ഒഴിക്കണം. വെള്ളം ഇറ്റുവിൽ നഷ്ടപ്പെടരുത്, എന്നാൽ ചെടി വാടിപ്പോവുകയരുത്. അത് നമുക്ക് പരിചയം കൊണ്ടും പരിശീലനം കൊണ്ടും അറിയാൻ പറ്റും. ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും, കാലാവസ്ഥ, ചെടികളുടെ എണ്ണം, വലിപ്പം, പ്രായം ഒക്കെ. ഇനി മൂന്നാമതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, സത്യസന്ധമായ ജൈവ കൃഷി മട്ടുപ്പാവിലെ പച്ചക്കറി കൃഷിയാണ്. എന്ന് പറഞ്ഞാൽ ടെറസ് സിമൻറ്റ് ഒരു രാസവസ്തുവാണ്, രാസവളങ്ങൾ രാസവസ്തുക്കളാണ്. അപ്പോൾ സിമൻ്റ് എന്ന രാസവസ്തുവും രാസവളം എന്ന രാസവസ്തുവും കൂടി ചേർന്നാൽ പ്രതിപ്രവർത്തനം നടക്കും. ഈർപ്പവും കൂടെ ഉണ്ടെങ്കിൽ അത് ത്വരിതപ്പെടും. പെട്ടെന്ന് തന്നെ സിമൻറ്റ് കേടാവും, കമ്പി ദ്രവിക്കും. അതുകൊണ്ട് യാതൊരു കാരണവശാലും മട്ടുപ്പാവുകളിൽ രാസവളങ്ങൾ ഉപയോഗിക്കരുത്. പകരം പലതരം ജൈവവളങ്ങൾ ഉപയോഗിക്കുക. ചാണകപ്പൊടി, അല്പം വെണ്ണീർ, പിന്നെ എല്ലുപൊടി, കോഴിക്കാഷ്ടം, ആട്ടിൻകാഷ്ടം, അസോള പോലെയുള്ള പായൽ വർഗ്ഗങ്ങൾ, പലതരം പിണ്ണാക്കുകൾ, പ്രത്യേകിച്ചും വേപ്പിൻ പിണ്ണാക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ജൈവവളങ്ങൾ ഉപയോഗിച്ചായിരിക്കണം നമ്മുടെ കൃഷി. പിന്നൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ചാക്കുകൾ അവിടെ ആയിട്ടൊന്നും വയ്ക്കാതെ വരിയായിട്ട് വയ്ക്കുക. ആ വരിയായിട്ട് വയ്ക്കുന്നത് കഴിയുന്നതും അടിയിൽ ചുവരുണ്ട് എന്ന് ഉറപ്പാക്കി വയ്ക്കുക. അത് ടെറസിൽ നിൽക്കുമ്പോൾ അറിയാൻ പ്രയാസമാണ്. പക്ഷേ താഴെ നമ്മൾ വന്നിട്ട് ഈ മുറിയുടെ വീതി എടുത്താൽ മതി, ഒരു കയറുകൊണ്ടോ മറ്റോ. മിക്കവാറും 9 അടിയോ 10 അടിയോ ആയിരിക്കും ഒരു മുറിയുടെ വീതി എന്ന് പറയുന്നത്. അത് മുകളിൽ പോയി അത് കണക്കാക്കി കയർ പിടിച്ച് നമുക്ക് വരിയായിട്ട് ചുവരിൻ്റെ മുകളിൽ തന്നെ വയ്ക്കാൻ പറ്റും. അരയടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയെന്ന് എഴുതി പ്രയാസമൊന്നുമില്ല. അങ്ങനെ വരിയായി വയ്ക്കുന്നതുകൊണ്ട് അതിന് വെള്ളമൊഴിക്കാനും നടാനും കളയിളക്കാനും പറിക്കാനും മറ്റ് പരിചരണങ്ങൾ നൽകാനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാമെന്നുണ്ടെങ്കിൽ ഏറ്റവും സുരക്ഷിതമായിട്ട് നമുക്ക് നമ്മുടെ വീട് വൃത്തിയായിട്ട് തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. കൂടുതൽ വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. ഹലോ, ശ്രീ ഉണ്ണികൃഷ്ണൻ, വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക സാർ. നമുക്ക് ചർച്ചയിലേക്ക് വരാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് തൈ നടീലിനെ കുറിച്ചാണ്. അതായത് നേരിട്ട് വിത്തിടാം, തൈകൾ പറിച്ച് നടാം, അല്ലെങ്കിൽ ചെടി കഷ്ണങ്ങൾ തണ്ട് മുറിച്ച് നടാം. അപ്പോൾ ഇതിൽ ഏതൊക്കെ വിളകൾക്ക് നമുക്ക് ഏതൊക്കെ രീതിയിലുള്ളതാണ് നല്ലതെന്നൊന്ന് ജനറലായിട്ടൊന്ന് പറയാം. ചെറിയ വിത്തുള്ളവയെല്ലാം പാകി, ചാക്കിൽ തന്നെ ആകാം, പാകി വലുതാക്കി എടുത്ത് വേണം നമുക്ക് പറിച്ച് നടാൻ. ചെറിയ വിത്തുള്ളവ പ്രധാനമായിട്ടും ചീര, മുളക്, തക്കാളി, കത്തിരി, വഴുതന, ഈ 5 ഇനമാണുള്ളത്. അത് പൊടി വിത്തുകളാണ്. അപ്പോൾ അതുകൊണ്ട് ചാക്കിൽ തന്നെ പൊടി മണ്ണ് മിശ്രിതം തയ്യാറാക്കി അതിൽ പാകി വെള്ളം നനച്ച് വളർത്തിയെടുക്കുക. ഒരു 3 ആഴ്ച ആകുമ്പോഴത്തേക്കും ഒരു 3-4 ഇല പ്രായമാവും. അപ്പോഴത്തേക്കും വൈകുന്നേരങ്ങളിൽ വെള്ളം ഒഴിച്ച് വേര് പൊട്ടാതെ ഇളക്കിയെടുത്ത് 1-2 തൈകൾ വെച്ച് മറ്റ് ചാക്കുകളിലോട്ട് നടാം. നട്ട് കഴിഞ്ഞാൽ അതിന് തണൽ നൽകണം. അസോള വളർത്തുകയാണെങ്കിൽ കുറച്ച് അസോള വാരി ഇട്ടാൽ മതി, നല്ലൊരു തണുപ്പ് അതിന് കിട്ടും. അസോള ക്രമേണ അത് വളമായി മാറിക്കൊള്ളുകയും ചെയ്യും. അല്ലെങ്കിൽ ചാക്കിൻ്റെ തന്നെ മുൾഭാഗം ഉയർത്തി വയ്ക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചിലകളൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ തണൽ നൽകുക. 3-4 ദിവസം ആ ഒരു ട്രാൻസ്പ്ലാന്റിങ് ഷോക്ക് ഒഴിവാക്കാനായിട്ട് അത് ശ്രദ്ധിക്കുക, വെള്ളം ഒഴിക്കുക. അങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഈ തൈകൾ. മറ്റ് വലിയ വിത്തുകളാണെങ്കിൽ ഈ 5 നേരത്തെ പറഞ്ഞ 5 ഒഴികെയുള്ളതെല്ലാം വലിയ വിത്തുകളാണ്. വെണ്ട, പയർ പോലെയുള്ളതൊക്കെ നേരിട്ട് നമുക്ക് നടാം. 1-2 വിത്തുകൾ ഒരു ചാക്കിൽ നട്ട് നമുക്ക് വളർത്തിയെടുക്കാം. സർ, നമ്മൾ തൈ നട്ട് കഴിഞ്ഞാൽ ഇനി അടുത്ത് അതിന് ഏറ്റവും ആവശ്യം ജലസേചനമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ അത് വെള്ളം വേസ്റ്റ് ആവും. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് വെള്ളത്തിൻ്റെ ദൗർലഭ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എഫിഷ്യൻ്റായിട്ട് ഈ ജലസേചനം മട്ടുപ്പാവ് കൃഷിയിൽ ചെയ്യാവുന്നത്? കുടിവെള്ളം ഉപയോഗിക്കരുത്. പകരം കിണറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിണറുവെള്ളം ഉപയോഗിക്കുക. അല്ലെങ്കിൽ തന്നെയും നമ്മൾ പാത്രം കഴുകുന്ന വെള്ളമോ വസ്ത്രം കഴുകുന്ന വെള്ളം ആദ്യത്തെ സോപ്പ് പൊതയങ്ങ് മാറ്റിയിട്ട് പിന്നെയുള്ള വെള്ളം ഉപയോഗിക്കാം.
കുളിമുറി എന്നുള്ള വെള്ളം തന്നെയും നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ആ വെള്ളം റീസൈക്കിൾ ചെയ്യുക കഴിയുന്നതും. കുടിവെള്ളത്തിലോട്ട് പോകണ്ട, അത് നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പം ഏറ്റവും കുറച്ച് വെള്ളം മതി എന്നുള്ള കൃഷിയാണ് മട്ടുപ്പാവിലെ കൃഷി, ചാക്കിലെ കൃഷി. രാവിലെ വൈകുന്നേരം വെള്ളം ഒഴിക്കണം. അരമഗ്ഗോ ഒരു മഗ്ഗോ മതി. ഈ അരമഗ്ഗ് വേണോ ഒരു മഗ്ഗ് വേണോ എന്നുള്ളത് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. മണ്ണ് മിശ്രിതത്തിൻ്റെ അളവ്, ചെടികളുടെ എണ്ണം, വലിപ്പം, പ്രായം, കാലാവസ്ഥ ഒക്കെ. വെള്ളം ഇറ്റിവിന് നഷ്ടപ്പെടരുത്, എന്നാൽ ചെടി വാടിപ്പോകരുത്. അങ്ങനെ നമുക്ക് ജലസേചനം ക്രമീകരിക്കാം. സാർ, നമുക്കൊരു കോളുണ്ട്. കോളിന് ശേഷം പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരാം. കൃഷി ദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ. ഹലോ, ആരാണ്? ഹലോ, ഞാൻ സിനീർ. ചോദിച്ചോളൂ, സാറിനോട് സംശയം ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. സാറേ, അതെ, എന്റെ വീടിന്റെ മട്ടുപ്പാവില് കുറെ കൃഷികളുണ്ട്, പച്ചക്കറികള്. അത് നന്നായിട്ട് വളരുന്നുണ്ട്, നല്ല ഭംഗിയിലൊക്കെ വളരുന്നുണ്ട്. പക്ഷെ അതിനകത്ത് കായ ഉണ്ടാവുമ്പോ കായെല്ലാം കരിഞ്ഞു പോണ്. അതെന്താണെന്ന് അറിയാം. എവിടാ സ്ഥലം? തൃശ്ശൂരാണോ? അതെ, തൃശ്ശൂർ കൊടുങ്ങല്ലൂർ എന്ന് പറയും സാറേ. സംസാരം കേട്ടപ്പോൾ മനസ്സിലായി തൃശ്ശൂരാണെന്നുള്ളത്. സന്തോഷം. അപ്പോൾ കാര്യങ്ങൾ ഭംഗിയായിട്ട് വരുന്നു, വെള്ളം ഒഴിക്കുന്നു, വളമിടുന്നു, ചെടി നന്നായിട്ട് വളരുന്നു. എന്നാൽ കായ്കൾ കരിഞ്ഞു പോകുന്നു എന്നാണ് പറയുന്നത്, അല്ലേ? അതെ അതെ അതെ. ഒരു കാര്യം ചെയ്യാനുള്ളത്, ഒരു പക്ഷേ അല്പം ചാരം ചെറിയ അളവിൽ ഒന്ന് ചേർത്ത് നോക്കുക. ചാരത്തിനകത്ത് പൊട്ടാഷ് ഉണ്ട്. അപ്പോൾ ഈ പൊട്ടാഷ് ഈ നല്ലൊരു ശക്തി നൽകും, ബലം നൽകും ഈ പൂക്കാനും കായ്ക്കാനും ഒക്കെ ആയിട്ട്. അത് ഒരു കാര്യം. പിന്നെന്നുള്ളത് സ്യൂഡോമോണാസ് എന്ന് പറയുന്ന ഒരു ജൈവ സാധനമാണ്. അത് വാങ്ങാൻ കിട്ടും, സ്യൂഡോമോണാസ്. അത് ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ കലക്കി നമുക്ക് ഈ ചെടികളിൽ തളിച്ചു കൊടുക്കാം, ചെടി നിൽക്കുന്ന ചാക്കുകളിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക, അതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ 2 കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഈ കാര്യത്തിൽ. ഹലോ. കേൾക്കുന്നുണ്ട്. സിനീർ, വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക. ഓക്കെ സർ, നമ്മൾ ജലസേചനത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ജലസേചനം ഈ വേനൽക്കാലത്താണ് നമ്മുടെ കേരളത്തിൽ പൊതുവെ ഈ സ്കൂൾ അവധി വരുന്നത്. അപ്പോൾ ഈ സമയത്ത് വീട് പൂട്ടിയിട്ട് ഒരു ഷോർട്ട് ട്രിപ്പിനൊക്കെ ആൾക്കാർ പോകും. ആ സമയത്ത് നമ്മൾ ഈ ഒരു പ്രശ്നമാവില്ല. അവർ തിരിച്ചു വരുമ്പോൾ അത്രയും ദിവസം വെള്ളം ഒഴിച്ച സാധനം കരിഞ്ഞു പോകും. അപ്പോൾ ഇതിനെതിരെ നമുക്ക് എന്തെങ്കിലും ഒരു പോം വഴിയുണ്ടോ? അത് ഡ്രിപ്പ് വയ്ക്കാൻ പറയാം. പക്ഷേ ഡ്രിപ്പ് പെട്ടെന്ന് വയ്ക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഒരാഴ്ചയൊക്കെ ഉള്ളൂ വീട് കൂട്ടി പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, ഈ പാൽ കവർ കിട്ടുമല്ലോ, മിൽമയുടെയൊക്കെ പാൽ കവർ. ഈ പാൽ കവറിൽ വെള്ളം നന്നായിട്ട് നിറയ്ക്കുക, റബ്ബർ ബാൻഡ് ഇട്ട് മുറുക്കി അത് ടൈറ്റാക്കി വയ്ക്കുക. എന്നിട്ട് ഈ കൈത്തയിൽ തയ്ക്കുന്ന സൂചി കൊണ്ട് അടിയിൽ 2 സുഷിരം ഇട്ട് കൊടുക്കുക ഈ പാൽ കവറിൻ്റെ അടിയിൽ. എന്നിട്ട് 1-2 കവറ് ഈ ഒരു ചാക്കിനകത്ത് ഇട്ടേക്കുക. അപ്പോൾ വെള്ളം കിനിഞ്ഞിറങ്ങും, ട്രിക്കിൾ ഇറിഗേഷൻ. അപ്പോൾ ഇത് ഒരാഴ്ചയൊക്കെ ചിലപ്പോൾ നമുക്ക് വീട് പൂട്ടി പോയാലും ജലസേചനം നൽകാനുള്ള ഒരു രീതിയാണ്. കാറ്റുപോയ ബലൂൺ പോലെ അത് ചുങ്ങിക്കിടക്കും തിരിച്ചു വരുമ്പോഴത്തേക്കും. പക്ഷേ ചെടി നന്നായിട്ട് നിൽക്കുന്നുണ്ടാവും. സാറ്, ഇറിഗേഷൻ, ജലം വേണം, ജലത്തോടൊപ്പം വളവും വേണം. വളം, ഏതൊക്കെ തരം വളം നമുക്ക് മട്ടുപ്പാവ് കൃഷിക്ക് ഉപയോഗിക്കാം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സത്യസന്ധമായ ജൈവ കൃഷി മട്ടുപ്പാവിലെ കൃഷിയാണെന്നുള്ളത്. അപ്പോൾ ജൈവവളങ്ങൾ മാത്രം ഉപയോഗിക്കുക. ചാണകപ്പൊടി, അല്പം ചാരം, എല്ലുപൊടി, പലതരം പിണ്ണാക്കുകൾ, പ്രത്യേകിച്ച് വേപ്പിൻ പിണ്ണാക്ക്, അസോള എന്ന പായൽ, വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന മണ്ണിര കമ്പോസ്റ്റ്, ഇങ്ങനെയുള്ള ജൈവവളങ്ങൾ ഉപയോഗിച്ച് വേണം മട്ടുപ്പാവ് കൃഷി ചെയ്യാൻ. സാർ, ഈ കടലപ്പിണ്ണാക്ക് പുളിപ്പിക്കുന്ന ഒരു രീതി, അതെ, അത് ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്. അത് എന്തുമാത്രം നല്ലതാണ്? അത് നമുക്ക് മട്ടുപ്പാവിൽ ചെയ്യാവുന്നതാണോ? തീർച്ചയായിട്ടും. കടലപ്പിണ്ണാക്ക്, അത് തേങ്ങാപ്പിണ്ണാക്കാണെങ്കിലും നിലക്കടല പിണ്ണാക്കാണെങ്കിലും ഉറുമ്പ് ശല്യം വരും പിണ്ണാക്ക് നേരിട്ടിട്ടാൽ. അപ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, 1 കിലോ പിണ്ണാക്കിന് 10 ഇരട്ടി വെള്ളം, 10 ലിറ്റർ വെള്ളം ഒരു കലത്തിലോ മറ്റോ ഒഴിച്ചിട്ടേക്കുക. 3-4 ദിവസം കഴിയുമ്പോൾ അത് പുളിക്കും. കുറച്ച് ചാണകം, പുതിയ ചാണകം കൂടെ ചേർത്തതാണെങ്കിൽ അത്രയും നല്ലത്. എന്താണെങ്കിലും അതിൻ്റെ തെളി എടുത്ത് നമുക്ക് നേരിട്ട് ഒഴിച്ചു കൊടുക്കാം, നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം, തളിച്ചു കൊടുക്കാം. അത് വളരെ നല്ലൊരു വളമാണ്, ഉറുമ്പ് ശല്യം ഉണ്ടാവുകയുമില്ല. സാർ, നമുക്കൊരു കോളുണ്ട്, അതിനുശേഷം തിരിച്ചു വരാം. ഹലോ, കൃഷി ദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
ഹലോ. ഹലോ, ആരാണ്? ഞാൻ ഒരു ബോംബെ മലയാളിയാ. പേരെന്താണ്? ബോംബെ മലയാളിയാ. അതെ, പേരെന്താണ്? ഹലോ, എന്റെ പേര് സണ്ണി എന്നാ. സാറിനോട് ചോദ്യം ചോദിച്ചോളൂ. സണ്ണി എന്നാ പേര്. ശ്രീ സണ്ണി ചോദിച്ചോളൂ. സണ്ണി ചോദിച്ചോളൂ. ചോദ്യത്തിന് മുന്നേ ഞാൻ ഇടപെടുകയാണ്. അതെ, ചോദ്യത്തിന് മുന്നേ ഞാൻ ഇടപെടുകയാണ്. അതായത് നിങ്ങളുടെ ആ ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇനി ചോദിച്ചോളൂ. ടിവിയുടെ വോളിയം കുറവാണ്. ചോദിച്ചോളൂ. ഞാനൊരു ബോംബെ മലയാളിയാ. ഇത്രയും വർഷം ബോംബെയിലായിരുന്നു. ഇപ്പോ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ തീരുമാനിക്കുക. നല്ല കാര്യ. ഇപ്പോ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ ചിന്തിക്കും. നാട്ടിൽ എവിടെയാണ്? നാട്ടിൽ ട്രിവാൻഡ്രം. തിരുവനന്തപുരത്തോ? തിരുവനന്തപുരം ചാന്നാങ്കര. ശരി, മനസ്സിലായി, പറയൂ. ചാന്നാങ്കര, തിരുവനന്തപുരം. അറിയാം, പറഞ്ഞോളൂ. ചാന്നാങ്കര. എന്റെ വീട്ടിന്റെ മുകളിൽ മുകളിൽ. ഹലോ, നിങ്ങളുടെ ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കാവോ? ഹലോ. അപ്പോ മുകളിൽ കൃഷി ചെയ്യുന്നതിനെ പറ്റി. ഹലോ, നിങ്ങളുടെ ടി വി ഒന്ന് ഓഫ് ചെയ്യാവോ? ഓഫ് ചെയ്തിട്ട് ഫോണിൽ കൂടെ ശ്രദ്ധിച്ച് സംസാരിക്കാവോ? പറഞ്ഞോളൂ. അപ്പോ ഈ വീട്ടിൽ ടെറസിന്റെ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോ ഷീറ്റ് ഇട്ടിരുന്നാൽ സൂര്യന്റെ നിഴൽ കിട്ടാൻ സാധ്യതയില്ല. ഇല്ല. അപ്പൊ അതിന്റെ വില അങ്ങനെ കൃഷി ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാകുമോ, അതിൽ ദോഷം ഉണ്ടാകുമോ? ഇല്ല, പച്ചക്കറികൾക്കെല്ലാം തന്നെയും നല്ല വെയിൽ വേണം. വെളിച്ചം വേണം. സൂര്യന്റെ വെളിച്ചം ഉണ്ടെങ്കിലേ പച്ചക്കറികൾ നമുക്ക് വിളവ് തരുള്ളൂ. അതുകൊണ്ട് ഷീറ്റ് ഇടാത്ത ഭാഗത്ത് നമുക്ക് ചാക്കുകളിലൊക്കെ വെച്ചിട്ട് കൃഷി ചെയ്യാം. വെയിൽ കിട്ടുന്നിടത്ത് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഹലോ, വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക. സർ, സണ്ണി ഇപ്പൊ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതായത് ഷെയ്ഡുണ്ട് അവിടെ കൃഷി ചെയ്യുന്നതിനെ പറ്റി. നമുക്കറിയാം ഒട്ടുമിക്ക പച്ചക്കറികളും ഷെയ്ഡിൽ ഉണ്ടാവില്ല. എന്നാൽ ഒരു ഭാഗികമായിട്ടുള്ള തണലെങ്കിലുള്ള സ്ഥലത്ത്, ചില സ്ഥലത്ത് ഈ പ്ലാവൊക്കെ വീടിന് മേലേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കും. സോ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കൃഷിയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഷെയ്ഡ് ടോളറൻറ്റ് ആയിട്ടുള്ളത്, ഷെയ്ഡ് ലവിങ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തണലിലും നല്ല വിളവ് തരുന്ന ചേന, ചേമ്പ്, കൂവ, ഇഞ്ചി, മഞ്ഞൾ, ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഉപയോഗമുള്ളതാണ്. ഇത് വലിയ വെയിലില്ലെങ്കിലും അല്പമൊക്കെ അരിച്ചു വീഴുന്ന സൂര്യപ്രകാശമാണെങ്കിൽ പോലും നമുക്ക് വിളവ് തരുന്നതാണ്. പക്ഷെ തീരെ ഷീറ്റിട്ടതിൻ്റെ അടിയിൽ അത്ര നന്നാവുമെന്ന് തോന്നുന്നില്ല. ചെറിയ വെയിലെങ്കിലും ഉണ്ടെങ്കിൽ ഒരുമാതിരി വിളവ് തരുന്നവയാണ് ഈ പറഞ്ഞതല്ല. സാർ, മട്ടുപ്പാവുകളിൽ ചില സ്ഥലത്തൊക്കെ ഈ പോളി ഹൗസ് കാണാറുണ്ട്. അത് പ്രായോഗികമാണോ? അതിനുള്ള ചിലവ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് സാധാരണക്കാർക്ക് എത്രമാത്രം പ്രായമാണെന്ന് നോക്കുക. ചിലർ സബ്സിഡികളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനെപ്പറ്റി ആലോചിക്കുക. ഞാൻ പറഞ്ഞത് വളരെ ലളിതമായ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ചെലവ് കുറഞ്ഞ് ഏറ്റവും സാധാരണക്കാരന് പോലും എങ്ങനെ ചെയ്യാൻ പറ്റും രീതികളാണ് ഈ പറഞ്ഞത്. സാർ, ഈ ഫെർട്ടിഗേഷൻ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതായത് വളവും ജലസേചനത്തിന്റെ ജലത്തിൽ കൂടെ കൊടുക്കുന്നത്. അത് നമുക്ക് പ്രായോഗികമാണോ? അത് ഞാൻ പറഞ്ഞല്ലോ, മട്ടുപ്പാവുകളിൽ രാസവളങ്ങൾ ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ. അപ്പോൾ പിന്നെ എന്തിനാണ് ഫെർട്ടിലൈസേഷനെ പറ്റി ആലോചിക്കുന്നത്? അതെ, അതെ സാർ. അതേപോലെ നമുക്ക് മട്ടുപ്പാവ് കൃഷിയിൽ പലതരം വളങ്ങളെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ ഇവിടെ നമുക്ക് ഒത്തിരി ഒരു വീടാകുമ്പം, നഗരത്തിലെ ഒരു വീടാകുമ്പം വേസ്റ്റ് ഡിസ്പോസൽ ഒരു പ്രോബ്ലമാണ്. മട്ടുപ്പാവ് കൃഷിയാകുമ്പോൾ ഒത്തിരി ഇലയും തണ്ടും പഴയ ചെടിയും പാഴ്ചെടിയും ഒക്കെ വരും. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് കമ്പോസ്റ്റ് ആക്കിക്കൂടെ? തീർച്ചയായിട്ടും. അപ്പം ഒരു മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് നമുക്ക് മട്ടുപ്പാവിൽ സെറ്റ് ചെയ്താൽ അത് നന്നായിട്ട് റൺ ചെയ്യുമോ? നന്നായിട്ട് നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് ടെറസിൽ ഉണ്ടാക്കിയെടുക്കാം. രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, നേരിട്ട് വെയിൽ കൊള്ളരുത്, മഴ കൊള്ളരുത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഷീറ്റെങ്കിലും വലിച്ചു കെട്ടി അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണം, സംരക്ഷിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഒരു 50 സെൻറ്റിമീറ്റർ താഴ്ചയുള്ള ഒരു കുടുവൻ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ സുഷിരങ്ങളിട്ട്
ചകിരി കൊണ്ട് ആ സുഷിരങ്ങൾ അടച്ച് പിന്നെ മണൽ ചകിരി തന്നെയും നനച്ച് കഴുകി അടുക്കി വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ചാണകപ്പൊടി ഉണങ്ങിയത് നനച്ചിട്ട് ഈ ആഫ്രിക്കൻ മണ്ണിരകളെ അതിൻ്റെ മുകളിൽ ഇടാന്നുണ്ടെങ്കിൽ അത് അവിടെ അത് നന്നായിട്ട് പ്രവർത്തിക്കും. വീട്ടിലത്തെ ജൈവമാലിന്യങ്ങൾ, അടുക്കള വേസ്റ്റുകൾ, മുറ്റം അടിച്ചു വാരി കിട്ടുന്നത് ഇതൊക്കെ തന്നെയും അതിനകത്ത് ഇട്ട് കൊടുക്കാം. ചായച്ചണ്ടി, പഴത്തൊലി ഇതെല്ലാം തന്നെയും നല്ല മണ്ണിര ഭക്ഷിച്ച് നല്ല വളമാക്കി മാറ്റും 45 ദിവസം കൊണ്ട്. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഗാർഹിക മാലിന്യങ്ങൾ, ജൈവമാലിന്യങ്ങൾ വലിച്ചെറിയാതെ അത് നല്ല മണ്ണിര കമ്പോസ്റ്റ് വളമാക്കി മാറ്റി നമുക്ക് നമ്മുടെ പച്ചക്കറി കൃഷിക്ക് ഉപയോഗിക്കാം. പച്ചക്കറി കൃഷിയിലെ വേസ്റ്റുകളെല്ലാം തന്നെയും മണ്ണിര കമ്പോസ്റ്റ് ആക്കി മാറ്റുകയും ചെയ്യാം. അപ്പോൾ 2 ഉപയോഗമുണ്ട്. അതുകൊണ്ട് സാർ നേരത്തെ ചർച്ചയ്ക്കിടയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അസോള. അതെ, അസോള നമുക്ക് മട്ടുപ്പാവിൽ അസോളയെക്കുറിച്ച് കേൾക്കുന്നത് അത് ഒരു ഷെയ്ഡ് വേണ്ടതാണ്, അത് നമുക്ക് ചെയ്യാനായിട്ട് അവൈലബിൾ അല്ല, അങ്ങനെയൊക്കെ പല ആക്ഷേപങ്ങളും ഉണ്ട്. ഈ അസോള നമുക്ക് മട്ടുപ്പാവിൽ കൃഷി ചെയ്യാവുന്നതാണോ? മട്ടുപ്പാവിൽ ചെയ്യാം. അസോള അരിച്ച് വീഴുന്ന സൂര്യപ്രകാശമാണ് അസോളയ്ക്ക് ആവശ്യം. അപ്പോൾ തറയിലാണെങ്കിൽ നമുക്ക് തെങ്ങിൻ്റെയൊക്കെ ഇടയിൽ ചെയ്യാം. മട്ടുപ്പാവിലാണെന്നുണ്ടെങ്കിൽ മട്ടുപ്പാവിൻ്റെ മൂലകളിലൊക്കെ അടുത്ത് നിൽക്കുന്ന മരങ്ങളുടെയൊക്കെ തണൽ കിട്ടിയെന്ന് വരും. ഇല്ലെങ്കിൽ തന്നെയും പയറോ അതുമാതിരി എന്തെങ്കിലും അത് പടർത്തി നമുക്ക് തണൽ കൊടുക്കാം. ഏതെങ്കിലും രീതിയിൽ ഒരു 50% വെയിൽ 50% തണൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം അസോള വളർത്താൻ. 10 സെൻറ്റിമീറ്റർ ആഴമുള്ള വെള്ളത്തിലാണ് അസോള നന്നായിട്ട് വളരുന്നത്. ഇത് വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് വളരുന്ന ഒരുതരം പായലാണ്. അന്തരീക്ഷത്തിൽ നൈട്രജൻ വലിച്ചെടുത്ത് ഫിക്സ് ചെയ്യുന്നതാണ്. ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതിന്. അത് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാൻ 4% നൈട്രജൻ ഉള്ളതാണ്. അത് കണക്കാക്കി വരുമ്പോൾ 30% പ്രോട്ടീൻ വരും, മാംസ്യം. അതുകൊണ്ട് തന്നെ അതൊരു കോഴിത്തീറ്റയാണ്. മുയൽ തീറ്റ, പന്നിത്തീറ്റ, മത്സ്യത്തീറ്റ നമുക്കും ഭക്ഷിക്കാം. കറിവേപ്പില കണ്ടമാനം കൂടുതൽ അരച്ച് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും, അത്തരം ഒരു രുചിയാണ് അതിനുള്ളത്. ഉഴുന്നുവടയ്ക്കകത്ത് ചേർക്കാം, പിന്നെ കട്ട്ലറ്റ് ഉണ്ടാക്കാം, ഓംലെറ്റ് ഉണ്ടാക്കാം. ഇങ്ങനെ വിവിധ ഗുണങ്ങളുള്ളതാണ് അസോള. വളരെ ലളിതമായ രീതിയിൽ വളർത്തിയെടുക്കാം. 10 സെൻറ്റിമീറ്റർ ആഴമുള്ള വെള്ളത്തിൽ ചുവന്ന മണ്ണ് 1 സെൻറ്റിമീറ്റർ കനത്തിൽ ഇടുക, കുറച്ച് പച്ചചാണകം കലക്കി ഒഴിക്കുക. അതിൻ്റെ വേരുകളുള്ള ചെടിയായതുകൊണ്ട് അതിന് വേരുകളുടെ വളർച്ചയ്ക്കായിട്ട് ഫോസ്ഫറസ് വേണം. അത് മഷൂറി ഫോസോ ഡോക് ഫോസ്ഫേറ്റോ ഒന്നുമില്ലെങ്കിലും ഈ ചുവര് പൂശാൻ ഉപയോഗിക്കുന്ന ക്രഷർ മെറ്റലിൻ്റെ പൊടി അതാണെങ്കിലും മതി, അതിനകത്ത് ഫോസ്ഫറസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് രാവിലെ വൈകുന്നേരവും വെള്ളം ഒന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ നമുക്ക് പരിപാലിച്ചെടുക്കാം. ഒരു തൊട്ട് കിടക്കുന്ന രീതിയിൽ അസോള അത് വിതറിയിടുക. ഈ അസോള ചെടി തന്നെയാണ് അതിൻ്റെ നടിയിൽ വസ്തു. നല്ല ആരോഗ്യമുള്ള ഒരു 250 ഗ്രാം അസോള ചെടികളുണ്ടെന്നുണ്ടെങ്കിൽ, പായലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്ക്വയർ മീറ്റർ സ്ഥലത്തേക്ക് 1 മീറ്റർ നീളം 1 മീറ്റർ വീതി ഉള്ള ഒരു ടാങ്കിലോട്ട് അത് മതിയാകും. അപ്പോൾ തുടക്കത്തിലെ അത്ര വിപുലമായി പോകണമെന്നില്ല. 10 സെൻറ്റിമീറ്റർ ആഴമുള്ള പ്ലാസ്റ്റിക് ബേസിനുകളിൽ നമുക്കിത് ഈ രീതിയിൽ വളർത്തിയെടുക്കാവുന്നതാണ്. കൂടുതലാവുമ്പോൾ ടാങ്കുകളിലോട്ടൊക്കെ മാറ്റാം. സാർ, നമുക്കൊരു കോളുണ്ട്, അതിനുശേഷം തിരിച്ചു വരാം. ഹലോ, കൃഷി ദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? നമസ്കാരം സാർ, എന്റെ പേര് വിഷ്ണു എന്നാണ്. ഞാൻ കിളിമാനിൽ നിന്ന് വിളിക്കുകയാണ്. വിഷ്ണു, ചോദിച്ചോളൂ സാറിനോട്. സാർ, ഈ പച്ചക്കറി കൃഷിക്ക് എന്ത് ചെലവ് വരും സാർ? ഇത് സബ്സിഡി വല്ലതും കൊടുക്കുന്നുണ്ടോ? നാം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം ആവശ്യത്തിലേക്ക് വേണ്ടി നാം തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന പച്ചക്കറികളെ പറ്റിയാണ്. അപ്പോൾ അതിന് ചിലവെന്ന് പറയുന്നത് 10 രൂപ വിത്ത് പാക്കറ്റുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പല സ്ഥലങ്ങളിലും. വെള്ളയാണി കാർഷിക കോളേജിൽ കിട്ടും, വേറെ തിരുവനന്തപുരം നഗരത്തിലാണെങ്കിലും നിങ്ങളെ കൃഷിഭവനിൽ അന്വേഷിച്ചാൽ അവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ 5-6 തരമായിരിക്കാം നിങ്ങളൊരു പക്ഷേ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിത്തുകൾ സംഘടിപ്പിക്കുക. 10 രൂപ പാക്കറ്റ് ധാരാളമാണ്. പിന്നൊന്ന് ഈ ചാക്കുകളാണ്, മണ്ണ് മിശ്രം നിറയ്ക്കാനുള്ള ചാക്കുകൾ. അതും വളരെ വില കുറഞ്ഞതാണ് ഞാനീ പറഞ്ഞതൊക്കെ. സിമൻറ്റ് ചാക്കൊക്കെ ആകുമ്പോഴത്തേക്കും 2 രൂപ 3 രൂപ നിരക്കിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. മണ്ണ് മിശ്രിതം കിളിമാനിലൊക്കെ ആകുമ്പോഴത്തേക്കും പുരയിടത്തിൽ നിന്നൊക്കെ മണ്ണ് കാണുമല്ലോ അല്ലേ? ആ മണ്ണ് ഉപയോഗിക്കാം. ഒപ്പം തന്നെ മണൽ കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കുക. ചകിരിച്ചോർ കമ്പോസ്റ്റ് കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കുക. ചാണകപ്പൊടി പശു വളർത്തുന്നുണ്ടോ? പിന്നെന്താ, സന്തോഷമായി. അപ്പോൾ പിന്നെ ചാണകപ്പൊടി കിട്ടും. അപ്പോൾ അതൊക്കെ തുല്യ അളവിൽ മണ്ണിൽ ചാണകപ്പൊടി കൂട്ടിക്കലർത്തി എടുക്കുക. ഒരു 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് കൂടെ ചേർക്കുക. പറ്റുമെങ്കിൽ 100 ഗ്രാം എല്ലുപൊടി ചേർക്കുക. തെങ്ങൊക്കെ ഇല്ലേ വീട്ടില്? തെങ്ങുണ്ടല്ലോ. അപ്പോൾ ഒരു തേങ്ങയുടെ തൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെയൊക്കെ ഒരു ചാക്കിൽ ചേർക്കുക. അങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ
ഇതിനൊന്നും വലിയ ചിലവ് വരുന്നില്ലല്ലോ. ഇതൊക്കെ കയ്യിലുള്ള സാധനങ്ങളല്ലേ. വളങ്ങളും ഒക്കെ വീട്ടിൽ തന്നെ ഉള്ള വളങ്ങളുണ്ടല്ലോ ഈ പറഞ്ഞു കേട്ടിടത്തോളം. ഇതൊക്കെ ഉപയോഗിച്ചും കൃഷി ചെയ്യുക. അപ്പോൾ വലിയ ചിലവൊന്നും വരത്തില്ല ഇതിനു വേണ്ടി. നമ്മൾ സബ്സിഡി കൊണ്ട് കൃഷിഭവൻ വഴി അന്വേഷിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേപ്പറ്റി കൂടുതൽ വിവരം കിട്ടുന്നതാണ്. കൃഷിഭവൻ വഴിയാണ് ഈ പച്ചക്കറി കൃഷിക്കുള്ള സബ്സിഡിയും കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത്. സർ, കോള് കട്ടായി. എന്നാലും വിഷ്ണു ഒരു നല്ലൊരു പച്ചക്കറി കൃഷിക്കാരനാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നമുക്ക് ചർച്ചയിലേക്ക് വരാം. സാർ, നമ്മൾ അസോള കൃഷിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അസോള പലയിടത്തും കാണുന്ന ഒരു ട്രെൻഡുണ്ട്. കുറേ വളർന്നു കഴിയുമ്പോൾ അസോള കരിയുന്നുണ്ട്. ആൾക്കാരുടെ ഒരു പരാതിയാണ്, അവിടെ ആയിട്ട് കരിഞ്ഞു വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് വരുന്നത്? അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാകും? അത് പല കാരണങ്ങളും ഉണ്ട് ഈ കരിച്ചിൽ വരാം. ഒന്ന്, സമയാസമയങ്ങളിൽ അസോള നീക്കം ചെയ്യണം. എന്ന് പറഞ്ഞാൽ വിദ്യാധനം പോലെയാണ്, കൊടുക്കും തോറും ഏറിടും. അസോള നമ്മൾ വളർത്തിയെടുത്താൽ അത് മറ്റു രീതിയിൽ ഉപയോഗിക്കണം. ഒന്നുമില്ലെങ്കിൽ മക്കൾക്ക് വളർത്താൻ കൊടുക്കണം. അപ്പോൾ അത് ഞെരുക്കം വന്നു കഴിയുമ്പോഴത്തേക്കും അതിന് വേണ്ടത്ര സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ടോ വളം കിട്ടാത്തതുകൊണ്ടോ ആയിരിക്കും ചുവടയൊക്കെ അത് കരിഞ്ഞു പോകുന്നത്. ഒരു കാരണം അത്. വേണ്ടത്ര ഫോസ്ഫറസ് അതിന് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. പൊതുവെ അതിനെ ചെറുപ്പമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എന്ന് പറഞ്ഞാൽ രാവിലെ വൈകുന്നേരമൊക്കെ ഇളക്കി വെള്ളം മാറ്റി പുതിയ വെള്ളം ഒഴിക്കണം. 10 ദിവസം കൂടുമ്പോഴത്തേക്കും, ഒരു മാസം ആകുമ്പോഴത്തേക്കും കുറച്ച് മണ്ണ് മാറ്റി പുതിയ മണ്ണ് ഇട്ട് കൊടുക്കണം. ചാണകം ആഴ്ചതോറും പുതിയത് ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ അതിനെ ചെറുപ്പമായിട്ട് നമ്മൾ നിർത്താമെന്നുണ്ടെങ്കിൽ അത് നശിച്ചു പോകാതെ നന്നായിട്ട് അത് ചെനപ്പ് പൊട്ടിയും വിത്ത് വഴിയും ഒക്കെ പ്രവർത്തനം നടക്കും. വേണ്ടത്ര അസോള നമുക്ക് കിട്ടും. സർ, ചർച്ചയിൽ തുടക്കത്തിൽ തന്നെ അങ്ങ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് മട്ടുപ്പാവ് കൃഷിയിൽ കീടങ്ങളും രോഗങ്ങളും കുറവാണ്. കാരണം ഇതൊക്കെ അങ്ങ് അത്യുന്നതങ്ങളിൽ നിൽക്കുന്നതാണ്. എന്നാലും പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, പലതരം കീടങ്ങൾ നമ്മുടെ പച്ചക്കറികളെ മട്ടുപ്പാവിലെ ആക്രമിക്കുന്നു. ഏതൊക്കെയാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഒരു കീടാക്രമണങ്ങൾ? അത് നമുക്ക് എങ്ങനെയൊക്കെ അതിനെ നീക്കം ചെയ്യാം? വളരെ ശരിയാണ്. പൊതുവെ നമ്മൾ കീടങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രാവിലെ പോയി നമ്മുടെ പച്ചക്കറി ചെടികളെയൊക്കെ നിരീക്ഷിക്കണം. അപ്പോൾ മിക്കവാറും പയറാണെന്നുണ്ടെങ്കിലോ ചീരയാണെന്നുണ്ടെങ്കിലോ ഇലകൾ ചിലപ്പോൾ കൂടിയിരിക്കും. അപ്പോൾ കൂടിയിരിക്കുന്ന ഇലകളെ ഒന്ന് തുറന്നു നോക്കാമെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു പുഴു കാണും. അപ്പോൾ അതിനെ ഞെക്കിയോ ചവിട്ടിയോ അങ്ങ് കൊല്ലുക. അതിലൊന്നും പാപം കിട്ടില്ല. എന്നിട്ട് ഞാനാണെങ്കിൽ എനിക്ക് കോഴിയുണ്ട്. അപ്പോൾ കോഴിക്ക് നുള്ളി കൊടുക്കും അതിനെയൊക്കെ. അപ്പോൾ മനുഷ്യർക്ക് മിഠായി കിട്ടുന്ന മാതിരിയാണ് ഈ കോഴിക്ക് പുഴുക്കളെ കിട്ടുന്നത്. അപ്പോൾ ഒരു രീതി അതാണ്. നമ്മൾ കൈകൊണ്ട് പറക്കി തന്നെ നിരീക്ഷിച്ച് രാവിലെ പറയാൻ കാര്യത്തിൽ വെയിൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രാണികളൊക്കെ കീടങ്ങളൊക്കെ അങ്ങ് ചെടിയുടെ ഇടയിൽ പോവും, ഇലയുടെ അടിയിൽ പോവും. പിന്നെ കണ്ടുപിടിക്കാൻ പാടാണ്. അപ്പോൾ രാവിലെ തന്നെ ഇത് നുള്ളി പറക്കി നശിപ്പിക്കുക. മറ്റൊന്നുള്ളത് ഓരോ കീടത്തിനും അതിൻ്റേതായ അതിലേക്ക് വരുന്നതിന് മുമ്പ് വേറൊരു പറയുന്നത് വെച്ചാൽ ആഴ്ച തോറും പറ്റുന്നുണ്ടെങ്കിൽ ഈ കഞ്ഞിവെള്ളം നമുക്ക് നേർപ്പിച്ച് ഒരു സ്പ്രെയർ ഉപയോഗിച്ച് നമ്മൾ പച്ചക്കറി ചെടികളിലൊന്നും തളിച്ചിടാമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത മുട്ടകളോ പുഴുക്കളോ അതിൻ്റെ കുഞ്ഞുങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലങ്ങ് ഒട്ടിപ്പോവും. അങ്ങനെ നശിക്കും. ഈ കഞ്ഞിവെള്ളത്തിനൊരു ഫൈറ്റോട്ടോണിക് ഇഫക്റ്റ് ഉണ്ട്. ചെടികൾ കുറച്ച് പുഷ്ടിയായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ ഒരു കഞ്ഞിവെള്ളം സ്പ്രേ കൊടുക്കുന്നത് നല്ലതാണ്. മഞ്ഞൾപ്പൊടി നമുക്ക് ഉപയോഗിക്കാം കീടങ്ങൾക്കെതിരായിട്ട്. മഞ്ഞൾപ്പൊടി പ്രത്യേകിച്ച് ഉറുമ്പിനെതിരായിട്ട് അങ്ങനെയുള്ളത് ചെയ്യാം. പിന്നെന്നുള്ളത് പല കീടങ്ങൾക്കും അതിൻ്റേതായ ആക്രമണ രീതിയുണ്ട്. ഇപ്പോൾ പയർ നട്ടാൽ മുഞ്ഞ വരും, കറുത്ത മുഞ്ഞ. പക്ഷേ ഈ മുഞ്ഞ വരുന്നതിന് മുമ്പ് തന്നെ ഉറുമ്പ് വരുന്നത് കാണാം. അപ്പോൾ ഇനി പയർ നടുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ഉറുമ്പിനെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉറുമ്പും കൂട്ടങ്ങൾക്കിടയിൽ ചില വെളുത്ത കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും. കറുത്ത മുഞ്ഞയുടെ വെളുത്ത കുഞ്ഞുങ്ങളാണത്. അപ്പോൾ അതിനെ അപ്പം തന്നെ കൈകൊണ്ട് അങ്ങ് തേച്ച് ഞെരടി കളയാമെന്നുണ്ടെങ്കിൽ അവിടെ തീരുന്ന പ്രശ്നം. ഇനി കുറച്ചുകൂടി കഴിഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ മുഞ്ഞ കറുത്ത നിറത്തിലൊക്കെ ആയിന്നുണ്ടെങ്കിൽ ഒരു മഗ്ഗിൽ വെള്ളം എടുത്ത് പതുക്കെ ഈർക്കിലോ കൊണ്ടോ ബ്രഷ് കൊണ്ടോ ഒക്കെ തട്ടിയിട്ടാന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ മുഞ്ഞ വീഴും. ദൂരെ കൊണ്ട് കളഞ്ഞാൽ മതി. മുഞ്ഞയ്ക്ക് ചിറകില്ല, അത് പറക്കില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് യാന്ത്രികമായിട്ട് നിയന്ത്രിക്കാൻ പറ്റും. ഇനി അതിലും പറ്റിയില്ല, കുറേ കൂടെ ആയിപ്പോയി എന്നുണ്ടെങ്കിൽ പുകയില കഷായം പോലെയുള്ള ജൈവ കീടനാശിനികൾ നമുക്ക് തളിക്കാം. വേപ്പധിഷ്ഠിതമായിട്ടുള്ള ജൈവ കീടനാശിനികൾ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അതിൽ പറയുന്ന അളവിൽ മിക്കവാറും 5 മില്ലി വരെയൊക്കെയുള്ള അളവാണ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർക്കാൻ പറയുന്നത്. അങ്ങനെ കലക്കി തളിക്കാം. ആഴ്ചയിൽ 1-2 തവണ നമ്മൾ നിരീക്ഷിച്ച് ആവശ്യാനുസരണം ജൈവ രീതിയിൽ കീടനിയന്ത്രണം നടത്താം. യാന്ത്രികമായി പറക്കി കളയും അതും ചെയ്യാം. അങ്ങനെ നിയന്ത്രിക്കാം. നമുക്കൊരു കോളുണ്ട്, അതിനുശേഷം തിരിച്ചു വരാം. ഹലോ, കൃഷിദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? സാർ, ഞാൻ ജോഷിയാണ്, നാലാഞ്ചിറയിൽ നിന്നാണ്. എവിടെന്നാ? നാലാഞ്ചിറയിൽ നിന്നാണ്. നാലാഞ്ചിറ, ട്രിവാൻഡ്രം നാലാഞ്ചിറ. അതെ, സാറിനോട് ചോദിച്ചോളൂ.
പറയൂ. സാർ, ഞാൻ പട്ടുപാവൽ കൃഷി ചെയ്യുന്ന ഒരാളാണ്. ഈ ചാണകം പുളിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജൈവാമൃതം എന്ന് പറയുന്ന ഒരു മിശ്രിതവും അതുപോലെ പിന്നെ ബയോഗ്യാസിന്റെ സ്ലാറിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് സാർ. അത് നമുക്ക് പ്രശ്നമില്ലല്ലോ അല്ലേ? ഇല്ല, നല്ലതാണ്. സ്ലറിയൊക്കെ വളരെ നല്ല രീതിയിൽ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അത് നേർപ്പിച്ച് ഉപയോഗിക്കാമെങ്കിൽ കുറെ കൂടെ നല്ലത്. നല്ല ഫലം തരുന്നുണ്ട്. നല്ലൊരു വളമാണ് ഈ ബയോഗ്യാസിൽ നിന്ന് കിട്ടുന്ന സ്ലറി. ചാണകം പൊളിപ്പിച്ച് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഹലോ ജോഷി. ഹലോ. വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക. സാർ, നമുക്ക് ചർച്ചയിലേക്ക് വരാം. സാർ പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് പലതരം ജൈവ വളങ്ങളെ കുറിച്ച്, ജൈവ കീടനാശിനിയെ കുറിച്ചാണ്. അതിൽ ഒരെണ്ണമാണ് വളരെ പ്രധാനമുള്ളത് നമ്മുടെ പുകയില കഷായം. അത് എനിക്ക് തോന്നുന്നു നമുക്ക് വീട്ടിൽ തന്നെ ഏതൊരു വീട്ടമ്മയ്ക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന അതിന്റെ ആ ഒരു സാങ്കേതിക വിദ്യ ഒന്ന് പറയാമോ സർ? അതായത് അപ്പോൾ അതിന് ആവശ്യമുള്ള പുകയില എന്ന് പറയുന്നത് സാധാരണ ആൾക്കാർ വെറ്റയുടെ കൂടെ കഴിക്കാൻ ഉപയോഗിക്കുന്ന വില കൂടിയ പുകയിലയൊന്നും വേണ്ട. പുകയില ഞെട്ട്, പുകയില വേസ്റ്റ് പ്രത്യേകം വാങ്ങാൻ കിട്ടും. പകുതി വില പോലും ആവത്തില്ല. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു അളവ് പറയുകയാണെങ്കിൽ ഒരു 1/2 കിലോ പുകയില ഒരു 4.5 ലിറ്റർ വെള്ളത്തിൽ ഒരു 24 മണിക്കൂർ കുതിർത്ത് വയ്ക്കുക. ഒരു മഗ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1/2 ലിറ്ററാണ് ചെറിയ മഗ്. അങ്ങനെ ഒരു 9 മഗ് ആകുമ്പോഴത്തേക്ക് 4.5 ലിറ്റർ ആവും. അപ്പോൾ 1/2 കിലോ പുകയില 4.5 ലിറ്റർ വെള്ളത്തിൽ 24 മണിക്കൂർ കുതിർത്ത് വയ്ക്കുക. അപ്പോൾ നാളെയാണ് തളിക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഇന്നത് ചെയ്യണം. ഒപ്പം തന്നെ ഒരു 120 ഗ്രാം ബാർ സോപ്പ് തന്നെ ഉപയോഗിക്കണം. ഡിറ്റർജൻറ്റ് പൗഡർ ഉപയോഗിക്കരുത്. ബാർ സോപ്പ് ചെറു ചീളുകളായിട്ട് അരിഞ്ഞ് വേറൊരു 1/2 ലിറ്റർ വെള്ളത്തിൽ ഇത് കുതിരാൻ വയ്ക്കുക. സോപ്പ് അരിഞ്ഞാൻ സമയം പിടിക്കും. അതുകൊണ്ടാണ് അതും ഇതിനോടൊപ്പം തന്നെ തലേദിവസം ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് പുകയില നന്നായിട്ട് ഞെക്കിപ്പിഴിഞ്ഞ് അതിൻ്റെ സത്ത് അരിച്ചെടുക്കുക. ഒരു തോർത്തിലോ ഒരു അരിപ്പിലോ അരിച്ചെടുക്കുക. ലായനി മാത്രം എടുക്കുക. പുകയില സത്ത് നമുക്ക് കിട്ടി. 4.5 ലിറ്റർ പുകയില സത്ത് കിട്ടി. സോപ്പ് നന്നായിട്ട് കലക്കി 1/2 ലിറ്റർ വെള്ളത്തിൽ കിട്ടുന്ന ആ സോപ്പ് ലായനി 1/2 ലിറ്ററും അതും അരിച്ചെടുക്കുക. ഈ അരിച്ച് കിട്ടിയ 2 ലായനിയും കൂടി ഒരുമിച്ച് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ 5 ലിറ്റർ പുകയില കഷായം കിട്ടി. ഇതിനെ ഒരു 6 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിക്കണം. എന്നിട്ട് വേണം സ്പ്രെയർ ഉപയോഗിച്ച് തളിക്കാൻ. അപ്പോൾ ഇത് 2 രീതിയിൽ പുകയിലക്കകത്തുള്ള നിക്കോട്ടിനാണ് ഇതിനകത്ത് വിഷമായിട്ട് പ്രവർത്തിക്കുന്നത്. കീടങ്ങളുടെ ആമാശയത്തിൽ പോയി അങ്ങനെയും അവയെ കൊല്ലും. കീടങ്ങളുടെ പുറത്ത് വീണാൽ സ്പർശന കീടനാശിനി എന്നുള്ള രീതിയിലും അത് പ്രവർത്തിക്കും. അപ്പോൾ നമുക്ക് വളരെ ലളിതമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ പുകയില കഷായം. സാർ, നമുക്കൊരു കോളുണ്ട്, അതിനുശേഷം തിരിച്ചു വരാം. ഹലോ, കൃഷിദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? കരമനീന്റെ ലളിതാംബിയാണ്. ചോദിച്ചോളൂ സാറിനോട്. അത് നമ്മൾ സാധാരണ മട്ടുപ്പാവിലെ കൃഷി ചെയ്യുമ്പോഴേ പിന്നെ ജൈവവളം മാത്രമേ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അത് തന്നെ നമുക്ക് ഫെർട്ടിഗേഷൻ രീതിയിൽ കൊടുക്കാൻ പറ്റില്ലേ? അത് നോക്കണം. കാരണം ഫെർട്ടിഗേഷൻ ആകുമ്പോൾ പമ്പ് വേണം. പമ്പ് ഇത് വലിച്ചെടുക്കുന്നുണ്ടോ, നന്നായിട്ട് അരിച്ച് വിടണം. കാരണം ജൈവവളങ്ങളാകുമ്പോഴത്തേക്ക് അതിൻ്റെ കരടൊന്നും വരാതെ നോക്കണം. അത് ശ്രദ്ധിക്കണം. അതപ്പോ അങ്ങനെ അരിച്ച് കൊടുത്താലേ അത് പ്രാക്ടിക്കലായിട്ട് സക്സസ്ഫുൾ ആവുമോ? അത് നോക്കാവുന്നതാണ്. ഈ തരികൾ വരരുത്. മിക്കവാറും ജൈവവളങ്ങൾ ചാണകപ്പൊടിയാണെങ്കിലും ഒക്കെ തരികൾ വരാൻ ഇടയുണ്ടല്ലോ. അപ്പൊ അല്ല, ചാണകപ്പൊടിയല്ല, ചാണകമോ അല്ലെങ്കിൽ കടകൊണ്ടൊക്കെ പുളിപ്പിച്ചിട്ട് അതിന്റെ തെളിയെടുത്ത് അരിച്ചിട്ട് ഇതിൽ കൂടെ കടത്തി വിട്ടാൽ അത് നോക്കാവുന്നതാണ്. പക്ഷെ തരിയൊന്നും വരരുത് എന്നുള്ളത് ഉറപ്പാക്കുക. അല്ലെങ്കിൽ പമ്പ് ബ്ലോക്കായി പോകും. അതാണ് ശ്രദ്ധിക്കാനുള്ളത്. ഹലോ, വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക. സാർ, നമ്മൾ ഈ ജൈവ കീടനാശിനികളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വേപ്പെണ്ണ അധിഷ്ഠിത, വേപ്പധിഷ്ഠിതം, അതുപോലെ വെളുത്തുള്ളി മിശ്രിതം, അങ്ങനെയൊക്കെ പല ഇതുണ്ടല്ലോ. അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ആവണക്കെണ്ണ, പിന്നെ നാറ്റപ്പൂച്ചെടി സത്ത്. കാരണം ഇത് പലതിനും ടോക്സിസിറ്റി ഉണ്ട്. വേപ്പെണ്ണ ചിലതിലൊക്കെ വീണ് കഴിഞ്ഞാൽ പൊള്ളുന്ന ഒരു അതുകൊണ്ടാണല്ലോ അതിൻ്റെ അളവ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. പരമാവധി 5 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ ഒപ്പം തന്നെ സോപ്പും കൂടെ ചേർക്കുക. അത് സോപ്പ് ചേർക്കുന്നത് ഇലകളിൽ പറ്റിപ്പിടിച്ചിരിക്കാനാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് അതിൽ നിഷ്കർഷിച്ചിരിക്കുന്ന അളവുകളിൽ മാത്രം അത് ഉപയോഗിക്കാൻ ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ഓരോ ഫോർമുലേഷനും അതെന്ത് അളവിലാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് അതിൽ പറയുന്നുണ്ട്. അത് വായിച്ച് നോക്കി അതനുസരിച്ച് മാത്രം ചെയ്യുക. അപ്പോൾ അപകടമൊന്നും ഉണ്ടാവില്ല. സാർ, നമ്മൾ ജലസേചനം 2 നേരം ചെയ്യുന്നുണ്ട്. രാവിലെ ഒഴിക്കാം, വൈകുന്നേരം ഒഴിക്കാം.
അപ്പോൾ ഈ വളപ്രയോഗം എങ്ങനെയാണ് സാർ? കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തൊരു ചെടിയാണെങ്കിൽ അതിന് എത്ര ദൂരം വേണോ വേരിന് പോകാം. പക്ഷേ മട്ടുപ്പാവിൽ നമ്മൾ കൊടുക്കുന്നത് മാത്രമേ ചെടിക്ക് കിട്ടുന്നുള്ളൂ. അപ്പം എങ്ങനെയാണ് ആ വളപ്രയോഗത്തിൻ്റെ തവണകൾ? ചാക്കിലെ കൃഷിയുടെ ഒരു മെച്ചം തന്നെ അതാണ്. എന്ന് പറഞ്ഞാൽ നാം കൊടുക്കുന്ന ഓരോ തുള്ളി വെള്ളവും ഓരോ തരി വളവും ആ ചെടിക്ക് തന്നെ ലഭ്യമാകുമെന്നുള്ളതാണ്. തറയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വെള്ളവും വളവും ഒക്കെ അയൽവക്കക്കാർ കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ അയൽ വൃക്ഷങ്ങളുടെ ചെടികളുടെ വേര് പഠനങ്ങൾ അടിയിൽ കൂടെ വന്ന് അടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇതിൽ ഈ അപകടമില്ല. അപ്പോൾ അതുകൊണ്ടാണ് പൊതുവെ തറയിൽ നടത്തുന്നതിനേക്കാളും ചാക്കിലെ കൃഷി മെച്ചപ്പെട്ട് കാണുന്നതിൻ്റെ ഒരു കാരണം അതാണ്. അപ്പോൾ ഇത് ചോദിച്ചതിന് ഉത്തരം ഇതാണ്. നമ്മൾ ഒരു കൈപ്പിടി ജൈവവളം, അത് മണ്ണിനെ കമ്പോസ്റ്റ് ആയിക്കോട്ടെ, അസോള ആയിക്കോട്ടെ, ചാണകപ്പൊടിയാണെങ്കിലും ഒക്കെ, ചാരമാണെങ്കിൽ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുക, ഒരു സ്പൂണോ മറ്റും. ഇത് ആഴ്ച തോറും നമുക്ക് ഇട്ട് ഇളക്കി കൊടുത്ത് വെള്ളവും ഒഴിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് വളപ്രയോഗം നടത്താവുന്നതാണ്. സാർ, നമുക്കൊരു കോളുണ്ട്. ഹലോ, കൃഷി ദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? എൻ്റെ പേര് കൽപ്പത്രൻ. എവിടെ നിന്നാണ്? ഞാൻ ഹരിപ്പാട്. ഓക്കെ, സാറിനോട് ചോദിച്ചോളൂ. സാറിനോട് സംശയം ചോദിച്ചോളൂ. ആ, എന്റെ സംശയം എന്ന് പറയുന്നത് എനിക്ക് അസോള എവിടുന്ന് കിട്ടുമെന്നുള്ള അറിയാനാണ്. ഈ ഹരിപ്പാട് ഏരിയയിൽ അസോള എവിടുന്ന് കിട്ടുമെന്നുള്ള അറിയാനാണ്. BPCR തിരക്കിട്ട് അവിടെ ഇല്ല കായംകുളം. അത് കൃഷിഭവനിൽ അന്വേഷിച്ചോ? കൃഷിഭവൻ വഴി അന്വേഷിച്ചവർ സഹായിക്കും താങ്കളെ. ഒരു കാര്യം. രണ്ട്, കൃഷി വിജ്ഞാന കേന്ദ്രം. കൃഷിഭവനിൽ അന്വേഷിച്ചപ്പോൾ അത് എന്നാൽ പിന്നെ അടുത്ത കൃഷി വിജ്ഞാന കേന്ദ്രമുണ്ട്. ഓരോ ജില്ലയ്ക്കും ഓരോ കൃഷി വിജ്ഞാന കേന്ദ്രം ഉണ്ടല്ലോ. ഇതിപ്പോ ആലപ്പുഴ ജില്ലയല്ലേ? ആലപ്പുഴ ജില്ലയില് കൃഷ്ണപുരത്തുണ്ട് കൃഷി വിജ്ഞാന കേന്ദ്രം. കൃഷി വിജ്ഞാന കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ അവിടെ സാധനമുണ്ട്, പക്ഷേ ഇപ്പൊ പുറത്ത് കൊടുക്കാനുള്ള സ്റ്റോക്ക് അവിടെ ഇല്ല. അപ്പോ ഞാൻ പറയുന്നത്, തിരുവനന്തപുരത്ത് ആരെങ്കിലും ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് തരാം, സൗജന്യമായി തരാം. നിങ്ങൾ കൊണ്ടുപോയി വളർത്തിയാൽ മാത്രം മതി. എൻ്റെ ഫോൺ നമ്പർ ഒടുവിൽ പറയും. അപ്പോൾ അത് കുറിച്ച് വയ്ക്കുക. ഹലോ, ബന്ധപ്പെടുക. ഹലോ, സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഈ പരിപാടി കഴിയുമ്പോൾ സാറിന്റെ ഫോൺ നമ്പർ പറയും. അപ്പോൾ പറയുമ്പോൾ നിങ്ങൾ അത് എഴുതിയെടുത്തിട്ട് സാറിനെ വിളിക്കുക. അപ്പോൾ സാറിന്റെ ഫോൺ നമ്പർ ഇതാണ്: 9447285675. സാറിന്റെ വിലാസം ഡോക്ടർ VB പത്മനാഭൻ, മുൻ വിജ്ഞാന വ്യാപന വിഭാഗം അസോസിയേറ്റ് ഡയറക്ടർ, കാർഷിക കോളേജ്, വെള്ളായണി, തിരുവനന്തപുരം. കൃഷിദർശൻ പരിപാടി ഏതാണ്ട് പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം ഇവിടെ വന്നിരുന്ന് നമ്മുടെ കർഷക സുഹൃത്തുക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞ ഡോക്ടർ VB പത്മനാഭൻ സാറിന് നന്ദി പറയുകയാണ്. അതേപോലെ തന്നെ ഈ പരിപാടി കാണുകയും വിളിക്കുകയും ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. നമസ്കാരം. यूरिया का स्वदेशी उत्पादन 17 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिद्धि, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാപ്പി കർഷകർക്ക് വേണ്ടി ക്ഷേമം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. മഴവെള്ള സംഭരണ പദ്ധതിയുമായി ഭൂജല വകുപ്പ്. കാർഷിക വാർത്തകൾ വിശദമായി.
ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് കാപ്പി കൃഷി ചെയ്യുന്ന കർഷകർക്ക് വേണ്ടി ക്ഷേമം എന്ന പേരിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുത്തു. കാപ്പി കൃഷി ചെയ്യുന്ന മണ്ണിന്റെ ഗുണനിലവാരം, പോഷകമൂല്യം എന്നിവ അടിസ്ഥാനപ്പെടുത്തി കൃത്യമായ വളപ്രയോഗ വിവരങ്ങൾ ലഭ്യമാക്കുന്നതാണ് ക്ഷേമം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.indiacoffeesoils.net. വയനാട് അമ്പലവയൽ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ 10 ദിവസം ആട് വളർത്തലിൽ പരിശീലനം നൽകുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 2017 മെയ് 5-ാം തീയതിക്ക് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 0436260411. കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിലെ കെട്ടിടങ്ങളിൽ നിന്നും മഴവെള്ള സംഭരണം നടത്തി പൈപ്പുകൾ വഴി മഴക്കുഴിയിലെത്തിച്ച് പരിസരങ്ങളിലെ കിണറുകൾ ജലപൂരിതമാക്കുന്ന പദ്ധതി സംസ്ഥാന ഭൂജല വകുപ്പ് നടപ്പാക്കുന്നു. കേരളത്തിലെ ഭൂജല വകുപ്പിന്റെ ജില്ലാ ഓഫീസുകളിൽ അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് ഭൂജല വകുപ്പ് ഈ പദ്ധതി സൌജന്യമായി ചെയ്തു കൊടുക്കുന്നതാണ്. മഴവെള്ള സംഭരണ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 047124300279. കശുമാവിൻ തൈകൾ നടാൻ പറ്റിയ സമയമാണിപ്പോൾ. ഒട്ടു തൈകൾക്കേ മാതൃവൃക്ഷത്തിന്റെ ഗുണം ലഭിക്കുകയുള്ളൂ. കാർഷിക സർവകലാശാലയുടെ മാടക്കത്തറ കശുമാവ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള കശുമാവിനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. മാടക്കത്ത 1, മാടക്കത്ത 2, ശ്രീ, കനക, ധന, സുലഭ, ധരശ്രീ, രാഘവ്, ദാമോദർ എന്നിവ കശുമാവിന്റെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണ്. കശുമാവിൻ തൈകൾ ആവശ്യമുള്ള കർഷകർ വിളിക്കേണ്ട ഫോൺ നമ്പർ 0487237039. തമിഴ്നാട് കാർഷിക സർവകലാശാല പുറത്തിറക്കിയ സ്വർണ്ണധാര എന്ന കോഴി ഇനത്തിന് കേരളത്തിൽ പ്രിയമേറുകയാണ്. നാടൻ കോഴികളെ പോലെ വളർത്താവുന്ന ഇനമാണ് സ്വർണ്ണധാര. മുട്ട വിരിഞ്ഞ് 22-23 ആഴ്ച കൊണ്ട് പ്രായപൂർത്തിയാവുന്ന സ്വർണ്ണധാര പിടക്കോഴികൾ 3 കിലോഗ്രാമും പൂവൻ കോഴികൾ 4 കിലോഗ്രാമും തൂക്കമുണ്ടാകും. ഒരു വർഷം 180 മുതൽ 190 വരെ മുട്ടകൾ ഇടുന്നവയാണ് സ്വർണ്ണധാര കോഴികൾ. ഒരു ജോഡി കോഴികളിൽ നിന്ന് പ്രതിവർഷം 920 രൂപയുടെ ആദായം ലഭിക്കുമെന്നാണ് കർഷകർ പറയുന്നത്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം വലിയതുറ തെങ്ങിൻ തൈ ഉൽപാദന കേന്ദ്രത്തിൽ തെങ്ങിൻ തൈകൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. കൊറിയ ഇനം തെങ്ങിൻ തൈകൾ WCT, D*T എന്നീ ഇനം തെങ്ങിൻ തൈകളും നേന്ത്രൻ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകളുമാണ് വിതരണത്തിന് ഉള്ളത്. കൊല്ലം വെട്ടിക്കവല മേലില കൃഷിഭവനിൽ നിന്ന് കർഷക പെൻഷൻ വാങ്ങുന്ന എല്ലാ കർഷകരും അവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് 2017 മെയ് 15-ാം തീയതിക്കകം കൃഷിഭവനിൽ ഹാജരാക്കണമെന്ന് കൃഷി ഓഫീസർ അറിയിക്കുന്നു. കൂടാതെ കരനെൽ കൃഷി ചെയ്യുവാനുള്ള നെൽവിത്ത് മേലില കൃഷിഭവനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കരനെൽ കൃഷി ചെയ്യാൻ താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 9446207383. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 12,700 രൂപ, കോഴിക്കോട് 14,300 രൂപ, തൃശൂർ 12,500 രൂപ, കൊപ്ര കൊച്ചി 8,570 രൂപ, കോഴിക്കോട് 9,100 രൂപ, തൃശൂർ 8,515 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 54,900 രൂപ, ഗാർബിൾഡ് 57,900 രൂപ. ചുക്ക മീഡിയം 12,000 രൂപ, ബസ്റ്റ് 13,000 രൂപ, മഞ്ഞൾ സേലം 8,800 രൂപ, ഈറോഡ് 9,200 രൂപ, അടയ്ക്ക പഴയത് 20,000-നും 21,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5-ാം ഗ്രേഡ് 13,800 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 14,000 രൂപ. കോട്ടയം റബ്ബർ RSS 5-ാം ഗ്രേഡ് 13,800 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 14,000 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 12,700 രൂപ, കൊപ്ര 8,570 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300 രൂപ, റോട്ടറി 2,700 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 54,900 രൂപ, ഗാർബിൾഡ് 57,900 രൂപ. ചുക്ക മീഡിയം 12,000 രൂപ, ബസ്റ്റ് 13,000 രൂപ, മഞ്ഞൾ നാടൻ 11,500 രൂപ, അടയ്ക്ക പുതിയത് 20,000-നും 21,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200-നും 250-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 400-നും 430-നും മധ്യേ. ജാതിപത്രി കിലോഗ്രാമിന് 500-നും 600-നും മധ്യേ. ഗ്രാമ്പു കിലോഗ്രാമിന് 700 രൂപ. റബ്ബർ RSS 5-ാം ഗ്രേഡ് 13,800 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 14,000 രൂപ, ഒട്ടുപാൽ 9,100 രൂപ, ലാറ്റക്സ് 9,300 രൂപ. കമ്പോള അവലോകനം.
കുരുമുളകിന്റെ വില തകർച്ച ഹൈറേഞ്ചിലെയും മറ്റ് ഭാഗങ്ങളിലെയും കർഷകരെ ഞെട്ടിച്ചു. വില നിത്യേന 600 രൂപ വീതം ഇടിഞ്ഞതിനെ തുടർന്ന് ഈ വാരം ഇതിനകം ക്വിന്റലിന് 2300 രൂപ കറുത്ത പൊന്നിന് നഷ്ടപ്പെട്ടു. വിദേശ മുളക് ആഭ്യന്തര വിപണി കൈയെടുക്കുമെന്ന ആശങ്ക കേരളത്തിലെയും കർണാടകത്തിലെയും സ്റ്റോക്കിസ്റ്റുകളെ വിൽപ്പനക്കാരാക്കി. പുതിയ മുളക് വില കിലോയ്ക്ക് 543 രൂപയാണ്. സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷനിൽ നടന്ന ഏലക്ക ലേലത്തിൽ ഉൽപ്പന്നം മുന്നേറ്റത്തിന് ശ്രമിച്ചെങ്കിലും ലഭ്യത ഉയർന്നത് വിലക്കയറ്റത്തിന് തടസ്സമായി. മികച്ച ഇനങ്ങൾ കിലോയ്ക്ക് 1119 രൂപയ്ക്കും ശരാശരി ഇനങ്ങൾ 934 രൂപയിലുമാണ്. മൊത്തം 24,666 കിലോഗ്രാം ഏലക്ക ലേലം കൊണ്ടു. കാർഷിക മേഖലകളിൽ റബ്ബറിന്റെ നീക്കിയിരിപ്പില്ലെങ്കിലും വില ഉയർത്തി ഷീറ്റ് സംഭരിക്കാൻ വ്യവസായികൾ തയ്യാറായില്ല. അതേസമയം റബ്ബർ അവധി നിരക്കുകളിലെ ചാഞ്ചാട്ടം തുടരുന്നു. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.2 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.7, 27. കൊച്ചി 34.8, 26.3. ആലപ്പുഴ 36.2, 24.2. പുനലൂർ 36.2, 23.2. തിരുവനന്തപുരം 34.2, കുറഞ്ഞ താപനില 26.1 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. അതെ, കാലത്ത് തന്നെ എന്തിനു ഇത്ര തിക്കും തിരക്കും? ബൈ പപ്പാ. നിങ്ങളിൽ ആരൊക്കെയാണ് വിദേശത്ത് ഹയർ സ്റ്റഡീസിന് ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നത്? മാഡം, അതിന് ഇൻട്രസ്റ്റ് എത്രയാകും? ഏതൊക്കെ ന്യൂനപക്ഷ സ്റ്റുഡൻസ് ആണോ വിദേശത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, മാസ്റ്റേഴ്സ്, എംഫിൽ, PhD തുടങ്ങിയ ഹയർ സ്റ്റഡീസിനു വേണ്ടി ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നത്, അതിന്റെ ഇൻട്രസ്റ്റിന് മേൽ സർക്കാർ സബ്സിഡി നൽകുന്നുണ്ട്. അതായത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ലോണിന്റെ ഇൻട്രസ്റ്റ് ഇനി സർക്കാർ കൊടുക്കും. ഞങ്ങളുടെ സഹായം നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം. चलिए काका, आप लोगों को तो सबसे पहले जाना चाहिए था साइक्लोन शेल्टर। कैसे जाएं बेटा घर बार छोड़कर? कौन ख्याल रखेगा घर का और सामान का? तूफान आदमी सामान में भेद नहीं करता काका, सब बाहर ले जाता है। और जान सलामत रही तो ये घर आप फिर से बना सकते हैं। चलिए साइक्लोन शेल्टर। चलिए काका। आपके हित में तत्पर एनडीए में। പുതിയ ടെക്നിക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാനും എന്റെ പാടം ഒരുക്കാനും വിത്തിറക്കാനും ഉഴാനും മണ്ണളക്കാനും മറ്റും ചെറിയ മെഷീനുകൾ ആവശ്യാനുസരണം വാങ്ങി. ഞാൻ എന്റെ പാടത്ത് മെഷീൻ പ്രയോഗിച്ചപ്പോൾ ജോലി പെട്ടെന്നായി, എളുപ്പമായി. കൃഷിക്ക് മെഷീൻ ഉപയോഗിച്ചപ്പോ എനിക്ക് നല്ല വിളവ് കിട്ടി, കൂടുതൽ ലാഭവും. ചെറിയ മെഷീൻ ഞങ്ങളുടെ സ്വന്തമാണ്, പക്ഷെ വലിയ മെഷീൻ ഞങ്ങൾ സംഘം ചേർന്ന് വാങ്ങി. കർഷക സഹോദരരെ, നിങ്ങളും ഉന്നത മെഷീനും ഉപകരണങ്ങളും വാങ്ങുന്നതിന് ധനസഹായം പ്രയോജനപ്പെടുത്തൂ. വരുമാനം ഉയർത്തൂ, സമൃദ്ധി കൈവരിക്കൂ. ശരിയായി. ഞാൻ ആലോചിച്ചു മോനെ, നിന്നെ ഞാൻ കൃഷി എഞ്ചിനീയർ തന്നെ ആക്കും. പുതിയ മെഷീനും പുതിയ ഉപകരണവും